സ്നേഹം നിറഞ്ഞ സിറോ മലബാർ സഭ വിശ്വാസികളെ, മാർത്തോമാ ശ്ലീഹായുടെ ധീരത സിറോ മലബാർ സഭാ നേതൃത്വം സഭയിൽ പ്രകടമാക്കുമോ? സിറോ മലബാർ സഭയുടെ എപ്പിസ്കോപ്പൽ അസംബ്ലിയിലൂടെയും സിനഡിലൂടെയും സഭയുടെ കുർബാന വിഷയം പര്യവസാനിച്ചില്ലെങ്കിൽ വത്തിക്കാനിൽ നിന്ന് നേരിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഉറപ്പായി എന്നുള്ള സൂചനകൾ പുറത്തുവരുന്നു. പരിശുദ്ധ കുർബാന വിശ്വാസികളുടെ അവകാശമാണ്. വിശ്വാസികളുടെ അവകാശം നിഷേധിച്ചാൽ സിറോ മലബാർ സഭ എന്നത് വെറും ഒരു പ്രഹസനം മാത്രമായി ചുരുങ്ങും. സഭ എന്നത് കുറച്ച് മെത്രാന്മാരും കുറച്ച് വൈദികരും മാത്രമല്ല എന്ന് സഭാ നേതൃത്വം ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. സ്കൂളുകളിൽ വിദ്യാർത്ഥികളില്ലാതെ അധ്യാപകർക്ക് പ്രസക്തി ഉണ്ടാകുമോ? അസംബ്ലിയിലേക്കും സിനഡിലേക്കും യഥാർത്ഥ അൽമായ പ്രതിനിധികളെ പങ്കെടുപ്പിക്കാതിരുന്നത് സഭാ നേതൃത്വത്തിൻ്റെ കൂട്ടുത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി മാത്രമേ കാണാൻ കഴിയൂ. സിറോ മലബാർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി ക്രിയാത്മകമായി നടക്കുമ്പോൾ സഭ എന്താണെന്നോ, സഭയുടെ വിശ്വാസം എന്താണെന്നോ, സഭയുടെ പാരമ്പര്യം എന്താണെന്നോ, സഭയുടെ വചനങ്ങളും ദൈവശാസ്ത്ര വശങ്ങളും അറിയാത്ത അൽമായർക്കാണ് അസംബ്ലിയിൽ പ്രാതിനിധ്യം നൽകിയത്. സഭയ്ക്കെതിരെ വിയോജനക്കുറിപ്പെഴുതിയ മെത്രാന്മാരുടെ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയായിരുന്നു കുബുത്തികളെ മുന്നിൽ നിർത്തി അസംബ്ലി ബഹിഷ്കരിക്കുക എന്നത്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ അപമാനിക്കാൻ ഇറങ്ങിത്തിരിച്ച 7 പേരുടെയും തലവന്മാർ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയവരും വ്യാജരേഖ കേസിലെ പിന്നാമ്പുറക്കാരുമാണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. ഇത്തരത്തിലുള്ള മെത്രാന്മാർക്കും വൈദികർക്കും അൽമായർ അമിത പ്രാധാന്യവും ആദരവും നൽകുന്നതാണ് സഭയുടെ വളർച്ചയ്ക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത്. സിറോ മലബാർ സഭയെ തകർക്കാൻ ശ്രമിക്കുന്ന മെത്രാന്മാരെയും അൽമായരെയും സന്യാസിനികളെയും അസംബ്ലിയിൽ പങ്കെടുപ്പിച്ചത് തീർത്തും അപലപനീയമാണ്, സഭയോടുള്ള അവഗണനയുമാണ്. പരിശുദ്ധ സിംഹാസനത്തെ പോലും അനുസരിക്കാൻ തയ്യാറല്ലാത്തവരെ സഭ നീക്കം ചെയ്യണമെങ്കിൽ ആദ്യം സഭാ നേതൃത്വം സ്ഥാനമൊഴിയണം. സഭാ നേതൃത്വം വെറും റബ്ബർ സ്റ്റാമ്പ് മാത്രമാകുമ്പോൾ സഭാ നേതൃസ്ഥാനം അലങ്കരിക്കാൻ കൊതിച്ച് നടക്കുന്നവർക്ക് നേരെ നടപടി ഉണ്ടാകണം. യൂദാസിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയത് ധനം കൊടുത്താണ്. അത് തന്നെയാണ് സഭയിൽ ഇന്നും നടക്കുന്നത്. പണം, പദവി, സ്വാധീനം അഥവാ അധികാരം മുതലായവയെല്ലാം സഭാ നേതൃത്വത്തിൻ്റെ മാത്രം ലക്ഷ്യങ്ങളാണ്. ഇവരെയൊക്കെ പിതാവ് എന്ന് വിളിക്കുന്നവരെ എന്ത് പേര് ചൊല്ലി വിശ്വാസികൾ വിളിക്കണം? സ്വർഗസ്ഥനായ പിതാവിനെ അല്ലാതെ ഭൂമിയിൽ പിതാവെന്ന് ആരും വിളിക്കരുത് എന്ന് വിശുദ്ധ മത്തായി സുവിശേഷകൻ 23:9 പറയുമ്പോൾ അത് ഗ്രഹിക്കാൻ അസംബ്ലി ബഹിഷ്കരണം നടത്തിയവർക്ക് ആകുമോ? ദൈവവചനത്തെ ആശ്രയിച്ച് സഭാ നേതൃത്വം പോലും വളരാത്ത ഇന്നത്തെ കാലഘട്ടത്തിൽ അന്ധരെ അന്തർ നയിക്കുന്ന തരത്തിലല്ലേ സഭാ നേതൃത്വം അജഗണങ്ങളെ നയിക്കുന്നത്? ധൂർത്തപുത്രന്റെ പിന്നാലെയും യൂദാസിന്റെ പിന്നാലെയും കർത്താവിശ്വ മിശിഹ പോയിട്ടില്ല. ധൂർത്തപുത്രൻ പശ്ചാത്തപിച്ച് സ്വഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ മാത്രമാണ് പിതാവ് അവനെ സ്വീകരിച്ചത്. അൽമായർ ഇതെല്ലാം സഭാ നേതൃത്വത്തോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഗതികേടിൽ എത്തിയിരിക്കുന്നു സഭ. ആയതിനാൽ സിറോ മലബാർ സഭയിൽ ഒരു സംശുദ്ധീകരണം അനിവാര്യമാണ്. വിശുദ്ധ ഗ്രന്ഥം അനുസരിക്കുന്ന അൽമായർ ഇടയനില്ലാത്ത ആടുകളെ പോലെ സഭയുടെ കുർബാന ലഭിക്കാതെ വിവിധ ദേവാലയങ്ങളിൽ അലഞ്ഞു തിരിയുമ്പോൾ നേതൃപാടവം ഇല്ലാത്ത സഭാ നേതൃത്വം തികച്ചും പൈശാചിക ബാധയാൽ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന ചിന്തയോടെ സഭയെ തകർക്കാൻ ആലോചനകൾ നടത്തുന്നു. സഭയിൽ ഭൂമി വിവാദം നിലനിൽക്കുന്നു എങ്കിൽ അത് കോടതിയിൽ കിടക്കുന്ന കാര്യം കോടതി തീരുമാനിച്ചു കൊള്ളട്ടെ. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തിനെതിരെ വ്യാജരേഖ ചമച്ചത് എന്തിനു വേണ്ടിയായിരുന്നു?
കെട്ടിച്ചമച്ച വ്യാജരേഖ ഒറിജിനൽ ആയിരുന്നെങ്കിൽ അവ ഒന്നുകൂടി പ്രസിദ്ധീകരിക്കാമോ? അതിരിക്കട്ടെ, സഭയുടെ കുർബാനയും ഭൂമി വിവാദവും തമ്മിൽ എന്താണ് ബന്ധം? ഫലരഹിതമായ കുർബാനയ്ക്ക് കൂട്ടുനിൽക്കുന്നവർ ആരു തന്നെയായാലും അവർ സഭയ്ക്ക് പുറത്തു പോകുന്നതല്ലേ ബുദ്ധി? ഓരോ ഇടവകയിലെയും വിശ്വാസികളെ തമ്മിൽ വിഘടിപ്പിച്ചതിനും വിശ്വാസികളെ പെരുവഴിയിൽ ഇറക്കിവിട്ടതിനും പദ്ധതി തയ്യാറാക്കിയ മെത്രാൻ സംഘങ്ങളിൽപ്പെട്ടവരെല്ലാം ആർജവമുണ്ടെങ്കിൽ അൽമായരെ മുന്നിൽ നിർത്തി സംഘർഷം സൃഷ്ടിക്കാതെ വിശ്വാസികൾക്ക് വിശദാംശങ്ങൾ നൽകാൻ തയ്യാറാകണം. കർദിനാൾ മാർ ആലഞ്ചേരിയെ വേദിയിൽ ആദരിച്ചതിനെ പരിഹസിച്ചുകൊണ്ട് അസംബ്ലി ബഹിഷ്കരിച്ച അൽമായരുടെ പേര് അസംബ്ലിയിലേക്ക് നിർദ്ദേശിച്ച മെത്രാന്മാരാണ് യഥാർത്ഥ യൂദാസ്മാർ. നിർഗുണരായ കൂരിയ ബിഷപ്പും കൂരിയ അംഗങ്ങളും മേജർ ആർച്ച് ബിഷപ്പും ചാൻസലർ മറ്റ് സഭാവിരുദ്ധർ ചേർന്നാണ് അസംബ്ലി ബഹിഷ്കരണത്തിന് മുഖ്യ പങ്ക് വഹിച്ചത് എന്ന് നിസ്സംശയം പറയാം. സഭാ നേതൃത്വത്തിൻ്റെ ഒത്താശ കൊണ്ട് ചില മഞ്ഞപ്പത്രങ്ങളും സഭയുടെ മീഡിയ കമ്മീഷനും മേൽപ്പറഞ്ഞ വിഷയങ്ങൾ പറഞ്ഞ് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതായും ഇതര മതസ്ഥർ പോലും ചൂണ്ടിക്കാണിക്കുന്നു. സഭയുടെ കാലാനുസൃതമായ കാര്യങ്ങൾ അറിയാത്ത, കാനൂനിക കാര്യങ്ങൾ അറിയാത്തവരെയൊക്കെ അസംബ്ലിയിൽ പങ്കെടുപ്പിച്ചത് അർഹിക്കുന്ന അവജ്ഞയോടെയാണ് യഥാർത്ഥ വിശ്വാസികൾ പുച്ഛിച്ചു തള്ളുന്നത്. ഔഷധ സേവയിലിരിക്കുന്ന വൈലിയും മുണ്ടനും തന്ത്രവും പുത്തൻവീടനും ഭരണിയും പാമ്പും പൊട്ടനും കല്ലനും പുതിയ ഇടവും കാവിലും ഒക്കെയാണ് സൂത്രത്തിൽ അസംബ്ലിയെ തകർക്കാൻ ശ്രമിച്ചവരിൽ ഏറെയും എന്ന് വിശ്വാസി സമൂഹം പറഞ്ഞാൽ അത് തെളിയിക്കാൻ മേൽ പറഞ്ഞവർക്കാകുമോ? കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ മാഹാത്മ്യം എന്തെന്ന് ഇപ്പോൾ പുരോഹിതനല്ലാത്ത വൈലിക്കറിയുമോ? കൽദായർ ആരെന്ന് വൈലിക്കറിയുമോ? വിശ്വാസികൾ നേർച്ചം ഇടുന്ന പണം കൊണ്ടും സഭയുടെ സ്ഥാപനങ്ങളിൽ നിന്ന് കവർന്നെടുക്കുന്ന പണം കൊണ്ടുമാണ് 95% വരുന്ന ലോഹധാരികൾ ജീവിക്കുന്നതെന്ന് പൊതുസമൂഹം പറഞ്ഞാൽ അത് തള്ളിക്കളയാനാകുമോ? നിഷേധാത്മക ചിന്തകൾ നീക്കിവെച്ച് പുതിയൊരു ചിന്തയിലേക്ക് സഭയ്ക്കിണങ്ങിയ ദൈവചിന്തയുള്ള ആത്മായ വിശ്വാസ സമൂഹത്തെ ചേർത്ത് പിടിക്കാൻ സഭാ നേതൃത്വത്തിന് കഴിയുമോ? തട്ടിപ്പും വെട്ടിപ്പും വഞ്ചനയും ചതിയും വെടിഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ അനുയായികളായി ജീവിക്കാൻ മെത്രാന്മാരും വൈദികരും ഇനിയെങ്കിലും ഒരുങ്ങുമോ? മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് വത്തിക്കാനിൽ നിന്ന് നേരിട്ട് സഭയ്ക്ക് പുതിയൊരു അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കേണ്ടി വരുമ്പോൾ മാത്രമേ സിറോ മലബാർ സഭയ്ക്ക് സമൂഹത്തിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയും എന്ന് ആശ്വസിക്കാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ തോമസ് കാഞ്ഞിരത്തിങ്കൽ, പറവൂർ സെൻറ് തോമസ് കോട്ടയ്ക്കാവ് ഫൊറോന ചർച്ച്.